അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു, സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചു, സൂറത്തുൽ ഫലഖ് പഠിച്ചു, സൂറത്തുൽ നാസ് പഠിച്ചു. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സൂറത്തുൽ മസദാണ്. ആദ്യമായി ഞാനത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ആയത്തിൻ്റെ അവസാനത്തിലെല്ലാം ഒന്നാമത്തെ ആയത്തിൻ്റെ അവസാനം വതബ് എന്നാണ്, അതേപോലെ ഒമാ കസബ് എന്നാണ്, ദാത്ത ലഹബിൻ എന്നാണ്, ഹമ്മാലത്തുൽ ഹത്തബ് എന്നാണ്, ഫീ ജിദിഹ ഹബ്ലും മിൻ മസദ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാനത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഖുതുബ് ജദ്ദിൻ്റെ അക്ഷരം ഖാഫ്, താ, ബാ, ജീമ്, ദാൽ, ഈ 5 അക്ഷരങ്ങൾ എവിടെ വരികയാണ്, സുക്കൂൻ ചെയ്തിട്ട് എവിടെ വരികയാണെങ്കിലും അത് കനപ്പിച്ച് ഉച്ചരിക്കണം. അതേപോലെ തന്നെ അവസാനം വരുന്ന വഖഫിൻ്റെ സന്ദർഭത്തിലും നമ്മൾ എന്ത് ചെയ്യണം, കനപ്പിച്ച് ഉച്ചരിക്കണം. ഇതുപോലെ തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ് എന്ന് പറഞ്ഞാൽ പോരാ, തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്, അതേപോലെ വമാ കസബ് ദാത്ത ലഹബ് ഹമ്മാലത്തുൽ ഹതബ് മിൻ മസദ് പോലെ നമ്മൾ സൂറത്തുൽ ഫലഖിലും സൂറത്തുൽ ഇഖ്ലാസിലും നമുക്കവിടെ കാണാൻ കഴിയും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതേപോലെ തന്നെയാണ് സൂറത്തുൽ ഫലഖിലും ഈ ഖുതുബ് ജദ്ദിൻ്റെ അക്ഷരം വരുന്നുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഖുതുബ് ജദ്ദിൻ്റെ 5 അക്ഷരങ്ങളാണ്. ആ 5 അക്ഷരങ്ങൾ ഖുർആനിൽ എവിടെ സുക്കൂൻ ചെയ്ത് വരികയാണെങ്കിലും ഇതേപോലെ കനപ്പിച്ചുച്ചരിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.